സ്നേഹത്താൽ മനോഹരമായ ദിവസത്തിലെ പ്രാർത്ഥനയെ പറ്റിയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മൾ പകർത്തേണ്ടിയ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പ്രിയ, ഇത് മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്, യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശുക്രിസ്തു ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് ജീവിതയാത്രയിൽ നമ്മൾക്കൊരു രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ അന്ത്യസമയത്ത് അല്ലെ അവസാന നിമിഷമാണ് കർത്താവിങ്കിലേക്ക് തിരിയുന്നത്. അവിടെ നിന്നും നമുക്കിന്ന് കർത്താവ് തരുന്ന വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ കാര്യമായിരിക്കണം. പ്രാർത്ഥന ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് ഈ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു ജീവിതം ആരംഭിക്കാവൂ. നമ്മുടെ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ആദ്യം ചെയ്യേണ്ടതായ കാര്യമാണ് മുട്ടുമേൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നത്. ഈ വചനം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ, തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, എന്നാത്മം ഞാൻ കേകുന്നിതാ, എന്റെ